അങ്ങനെ അവിടുന്ന് മുതൽ എന്നെ വിലക്കുവാൻ വേണ്ടിയിട്ട് അല്ലേ പലതായിരിക്കുന്ന തന്ത്രങ്ങളും ചെയ്തു. തൻ്റെ ഒരച്ഛൻ വെച്ചതോരെ രംഗം വന്ന് 4 ഇളനീർ 8 തേങ്ങ കൊയ്തുരിച്ചോ. തേങ്ങയിളന്ന് വടിമേ കാഴ്ച കെട്ടിക്കൊണ്ട് കുമരത്ത് നിന്ന് ചെട്ടിയാന്റെ വീട്ടിൽ ചെന്നു. ഈരണ വില ചോദിച്ചു. 7 മീറ്റർ പോകുന്നു നീ വന്നപ്പാഹേ. 7 മീറ്റർ പോകണ്ട നീയേ വന്നപ്പാഹേ. എന്റെ കൂടെ ഇരിക്കാൻ നിനക്ക് വന്നപ്പാഹേ. അതിനൊരു ഗുണമുണ്ട് എന്റെ ചെട്ടിയാനേ. ഒരു വട്ടമേ കുടകരകമല ഞാൻ കണ്ടുപിടിച്ചോ. മലനാട്ടിലെങ്ങും ഇരിക്കുകയില്ല ഞാൻ എൻ്റെ ചെട്ടിയാനേ. കഞ്ഞി കുടിച്ച് പോകാൻ നിനക്ക് വന്നപ്പാഹേ. കഞ്ഞി കുടിച്ച് പോകാൻ ഇപ്പോൾ അവസരമില്ല. ചെട്ടിയാനോട് ദാഹിച്ച തണ്ണീർ വാങ്ങി കുടിച്ചോ. അന്ന് നിങ്ങൾ തന്ന ആ ഒരു ദാഹിച്ച തണ്ണീർ ഇന്ന് അങ്ങോട്ട് തരണ്ടേ? എന്തായാലും അല്ലേ അന്നം അല്ലേ അന്നം തന്നതാണ് നിങ്ങൾ അല്ലേ. അന്ന് നിങ്ങൾ പലപ്പോഴും വിലക്കിയിട്ടും അത് പറ്റില്ല എന്ന് നിങ്ങളോട് ശാഠ്യം പറഞ്ഞതും ഞാൻ തന്നെയാണ് അല്ലേ. എങ്കിലും അന്ന് ഒരു ശാഠ്യമുള്ളത് കൊണ്ടല്ലേ ഇന്ന് ഈ മായാസുരവനായിരിക്കുന്ന സത്യദേവനായിരിക്കുന്നതായ പ്രപഞ്ച സത്യത്തെ കാത്തുകൊണ്ടിരിക്കുന്ന ദേവഗന്ധർവനായിട്ട് അല്ലേ ഭൂമിയിൽ അവതാരം ചെയ്ത് മായാമനുഷ്യനായി അവതാരം ചെയ്ത് ഭക്തമാനസത്തിനകത്തുള്ളതായിരിക്കുന്ന ആ പ്രയാസങ്ങളും പരിഭവങ്ങളും തീർക്കുവാൻ വേണ്ടിയിട്ട് കെട്ടിടത്തിലേക്ക് കുലശ്രേഷ്ഠനായിക്കൊണ്ട് അഭിമാനത്തോടു കൂടി ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് അതൊരു ഗുണം തന്നെയല്ലേ. ആയതുകൊണ്ട് സന്തോഷമായി ഈ ബന്ധങ്ങൾ അല്ലേ നാം തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ അത് മാനുഷികമായിരിക്കുന്ന പരിവേഷം ധരിച്ച കാലത്തിനകത്ത് ഞാനന്ന് കുടകിലേക്ക് പോകുന്ന കാലത്തിനെങ്കിലും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അല്ലേ. മനുഷ്യനായിട്ട് ആ ബന്ധത്തെ കൈയോട് കൈ ചേർത്ത് വെച്ച് മനസ്സോട് മനസ്സ് ആരാധിക്കുവാൻ പറ്റുന്ന ഒരു ദൈവമായിരുന്നു അന്ന് എന്ന് ഒരു നിമിഷവും ചിന്തിക്കാൻ അസാധ്യമായിരുന്നു അല്ലേ. എന്നാലും പരസ്പര സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഉറവിടം തന്നെയാണ് ഞാൻ. എവിടെ പോയാലും ഈ ബന്ധങ്ങൾ വിട്ടുപോകാതെ കടകിന് കിടച്ച ശക്തി എന്ന് പറയുന്ന കാലത്തെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനകത്തും ഒരു അത്താണിയായിട്ട് വിശക്കുന്ന കാലത്തിനകത്ത് അന്നമായിട്ടും വിഷമിക്കുന്ന കാലത്തിനകത്ത് സ്വാതന്ത്ര്യമായിട്ടും ഞാനൊന്നിരിക്കുന്നത് ഇപ്പോൾ പ്രകാശങ്ങളുണ്ടാവും.